ഗുഡ് മോർണിംഗ്. എക്സലൻറ്റ് PSC കോച്ചിങ് സെൻറ്ററിൻ്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പഠിച്ചത്. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമ്മൾ പഠിച്ചത് എയും ആനിൻ്റെയും രണ്ടിൻ്റെയും മലയാളം ഒന്ന് തന്നെയാണ്, ഒരു എന്നാണ്. ഈ എ ഓർ ആൻ ഈ രണ്ട് സാധനങ്ങളുടെയും പ്രയോഗം എങ്ങനെയാണെന്നാണ് പഠിച്ചത്. ഒരു വവൽ സൗണ്ട് ഒരു എന്ന മീനിങ്ങിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് എയും ആനും. ഒരു എന്ന മീനിങ്ങിന് നമ്മൾ ഒരു പേന, ഒരു ഓറഞ്ച് ഈ രീതിയിൽ ഉപയോഗിക്കുന്നതാണ് എയും ആനും. അത് ഉപയോഗിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഒരു വവൽ സൗണ്ടിന് മുന്നിൽ ആൻ ഉപയോഗിക്കണം, ഒരു കൺസണൻറ്റ് സൗണ്ടിന് മുന്നിൽ എ ഉപയോഗിക്കണം. അതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന സാധനമാണ് ദ. ഇതിനെ ദ എന്നും വിളിക്കും, ദി എന്നും വിളിക്കും. അതും കൂടി ഓർമ്മിച്ചു കൊള്ളുക. ഇതിനെ ദ എന്നും വിളിക്കും, ദി എന്നും വിളിക്കും. അപ്പോൾ ഓർമ്മിച്ചു കൊള്ളുക, ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ ഓർ ദി എന്ന് പറയുന്ന ഈ സാധനം. ഇതിന് ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ആ എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ദ ഉപയോഗിക്കും. അതിൻ്റെ പ്രയോഗങ്ങളെല്ലാം നമ്മൾ പഠിക്കും. അതാണ് ഇപ്പോൾ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. ആ എന്ന് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. അതാണ് ഹി വാസ് ദ മാൻ, ആ രീതിയിൽ ആ മനുഷ്യൻ അയാളായിരുന്നു എന്ന മീനിങ്ങിന് പറയാനായിട്ടാണ് അവിടെ ദ ഉപയോഗിച്ചത്. നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം. ദായുടെ പ്രയോഗങ്ങൾ നല്ല ഭംഗിയായിട്ട് ഓർമ്മിച്ചു കൊള്ളുക. ഒരു തവണ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി, പിന്നീട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു ഓർഡർ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കാം. നോക്കാം. നദികൾ. നമ്മൾ സാധാരണ ഒരുപാട് റിവേഴ്സ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് റിവേഴ്സ് ഉണ്ട്. ചെറിയ വാമനാപുരം റിവർ പോലുള്ള ചെറിയ നദിയല്ല, വലിയ, അതായത് ഉപദ്വീപീയ നദികളും അതുപോലെ തന്നെ നമ്മുടെ ഹിമാലയൻ നദികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നദികൾ നമുക്കറിയാം. അങ്ങനെയുള്ള വലിയ വലിയ നദികൾ, അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ വലിയ നദിയായ നൈലും അതുപോലെ തന്നെ കോങ്കോയും ഉൾപ്പെടുന്ന വലിയ വലിയ നദികൾ. ഇങ്ങനെയുള്ള നദികളുടെ പേരുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, നദികളുടെ പേരുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാതിരിക്കരുത്, ഉറപ്പായിട്ടും അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, നദികളുടെ പേരുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ദ ഗെയിഞ്ചസ്. ഗംഗ എന്നതിൻ്റെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വിളിക്കുന്ന പേരാണ് ഗെയിഞ്ചസ്. അപ്പോൾ ദ ഗംഗ അങ്ങനെ പറഞ്ഞാലും മതി. ദ ഗംഗ, ദ ബ്രഹ്മപുത്ര, ആ രീതിയിൽ ദ ബ്രഹ്മപുത്ര, ദ കോങ്കോ, ദ നൈൽ, ദ ആമസോൺ, ഈ രീതിയിൽ വലിയ വലിയ എല്ലാ നദികളുടെയും പേരുകൾക്ക് മുന്നിൽ ഏതുപയോഗിക്കണം? ഇതുപയോഗിക്കണം. ഏതാണ്? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അപ്പോൾ നദികൾക്ക് മുന്നിൽ ഏതുപയോഗിക്കുക? റിവേഴ്സ് അല്ലേ? നദികളുടെ പേരുകൾക്ക് മുന്നിൽ ഏതുപയോഗിക്കുക? ഉറപ്പായിട്ടും ഏതുപയോഗിക്കുക? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഇതാണ് ഒന്ന്. രണ്ട്, നദികൾ ചെന്ന് അവസാനിക്കുന്നത് നമുക്കറിയാം കടലുകളിലാണ്. അതുകൊണ്ട് തന്നെ കടലുകളുടെ പേരുകൾക്ക് മുന്നിലും ദ ഉപയോഗിക്കുക. കടലുകളുടെ പേരുകൾക്ക് മുന്നിൽ ദ അറേബ്യൻ സീ എന്നേ പറയാവൂ, ദ ചൈന സീ എന്നേ പറയാവൂ. ഈ രീതിയിൽ എല്ലാ കടലുകളുടെ പേരുകൾക്ക് മുന്നിലും ദ ഉപയോഗിക്കുക. അപ്പോൾ നദികൾക്ക് മുന്നിൽ, നദികളുടെ പേരുകൾക്ക് മുന്നിൽ, കടലുകളുടെ പേരുകൾക്ക് മുന്നിൽ. ഇനി അടുത്തത് ഓഷൻ, സമുദ്രങ്ങൾ അല്ലേ? ഓഷൻസ്, സമുദ്രങ്ങൾ. നദികൾ ചെന്ന് അവസാനിക്കുന്നത് കടലിലാണ്, കടലുകൾ ചെന്ന് അവസാനിക്കുന്നത് സമുദ്രങ്ങളാണ്. ഈ ഐഡിയയിൽ പഠിച്ചാലും മതി. എല്ലാ സമുദ്രങ്ങളുടെ പേരുകൾക്ക് മുന്നിലും ദ ഉപയോഗിക്കുക. അപ്പോൾ നദികൾക്ക് മുന്നിൽ, കടലുകൾക്ക് മുന്നിൽ, അതുപോലെ തന്നെ സമുദ്രങ്ങൾക്ക് മുന്നിൽ, ഇവയുടെ എല്ലാം പേരുകൾക്ക് മുന്നിൽ ദ പസഫിക്, ദ അറ്റ്ലാന്റിക്, ഈ രീതിയിലേ പറയാവൂ. ദ പസഫിക്, ദ അറ്റ്ലാന്റിക്, ദ ആർട്ടിക്, ഈ രീതിയിൽ മാത്രമേ പറയാവൂ. ഇവയുടെ മൂന്നിൻ്റെ മുന്നിലും ഏതുപയോഗിക്കുക? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. നദികളുടെ മുന്നിലും, കടലുകളുടെ മുന്നിലും, അതുപോലെ തന്നെ സമുദ്രങ്ങളുടെ മുന്നിൽ. ഇനി കടലിൽ കൂടെ ഓടുന്നൊരു സാധനമാണ് കപ്പൽ, ഷിപ്സ്. എല്ലാ ഷിപ്സിൻ്റെ മുന്നിലും ഏതുപയോഗിക്കുക? ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. കപ്പലുകൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. എല്ലാ കപ്പലുകൾക്ക് മുന്നിലും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ദ ടൈറ്റാനിക് എന്നേ പറയാവൂ, ദ കൊളംബിയ എന്നേ പറയാവൂ. ഇതുപോലെ എല്ലാ കപ്പലുകൾക്ക് മുന്നിലും, ഷിപ്സിന് മുന്നിലും, എല്ലാ ഷിപ്സിൻ്റെ പേരുകൾക്ക് മുന്നിലും ദ ഉപയോഗിക്കുക, മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ദ ടൈറ്റാനിക് സാങ്ക് ഇൻ ദ അറ്റ്ലാന്റിക് എന്നേ പറയാവൂ. ദ ടൈറ്റാനിക് സാങ്ക് ഇൻ ദ അറ്റ്ലാന്റിക് എന്നേ പറയാവൂ. രണ്ടിന് മുന്നിലും, ആ സമുദ്രത്തിന് മുന്നിലും എന്താ വരണം, അതുപോലെ തന്നെ ഏത് കപ്പലിന് മുന്നിലും എന്താ വരണം. അപ്പോൾ നമ്മൾ ഇത്രയാണ് പഠിച്ചത്. നദികൾക്ക് മുന്നിൽ,
കടലുകൾക്ക് മുന്നിൽ, സമുദ്രങ്ങൾക്ക് മുന്നിൽ, സമുദ്രത്തിലൂടെ ഒഴുകുന്ന കപ്പലുകൾക്ക് മുന്നിൽ. ഇനി അടുത്തായിട്ട് റെയിൽവേ പാളത്തിലൂടെ പോകുന്ന സാധനമല്ലേ ട്രെയിൻ. അങ്ങനെ ട്രെയിനുകൾക്ക് മുന്നിലും ഏത് ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 5 പഠിച്ചു. ട്രെയിനുകളാണ് ലാസ്റ്റ് പഠിച്ചത്. ട്രെയിനുകൾക്ക് മുന്നിൽ എന്താണ് ദ വേണാട് എക്സ്പ്രസ്, ദ ചെന്നൈ എക്സ്പ്രസ്, ദ രാജധാനി എക്സ്പ്രസ്. ഈ രീതിയിൽ മാത്രമേ അതിനെ പറയാവൂ. ട്രെയിനുകൾക്ക് മുന്നിൽ എപ്പോഴും ദ ഉപയോഗിക്കാൻ ശീലിക്കുക. ട്രെയിനുകൾക്ക് മുന്നിൽ മസ്റ്റായിട്ടും ദ ഉപയോഗിക്കുക എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ 5 അപ്പോൾ ഒന്നേതാണ് നദികൾക്ക് മുന്നിൽ, കടലുകൾക്ക് മുന്നിൽ, സമുദ്രങ്ങൾക്ക് മുന്നിൽ, കപ്പലുകൾക്ക് മുന്നിൽ, ട്രെയിനുകൾക്ക് മുന്നിൽ. ട്രെയിനിലൂടെ ഇങ്ങനെ പോയുന്ന സമയത്ത് ദൂരെ വെള്ളച്ചാട്ടം ആലോചിച്ചാൽ മതി. അപ്പോൾ വെള്ളച്ചാട്ടങ്ങൾക്ക് മുന്നിൽ വാട്ടർഫോൾസ്. വാട്ടർഫോൾസിന് മുന്നിൽ ഏത് ഉപയോഗിക്കുക, ദ ഉപയോഗിക്കുക. ദ നയാഗ്ര എന്നേ പറയാവൂ. ദ നയാഗ്ര എന്നേ പറയാവൂ. കാരണം വെള്ളച്ചാട്ടങ്ങൾക്ക് മുന്നിൽ ദ മസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയാം. നദികളുടെ മുന്നിൽ, കടലുകളുടെ മുന്നിൽ, സമുദ്രങ്ങളുടെ മുന്നിൽ, കപ്പലുകളുടെ മുന്നിൽ, ട്രെയിനുകളുടെ മുന്നിൽ, വെള്ളച്ചാട്ടങ്ങളുടെ മുന്നിൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇപ്പോൾ ടൈറ്റാനിക് കപ്പൽ തകർന്ന സമയത്ത് അതിനകത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വായിച്ചുകൊണ്ടാണ് ടൈറ്റാനിക് കപ്പൽ തകർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡറിലൊക്കെ പഠിച്ചു വയ്ക്കുക. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുന്നിൽ മസ്റ്റായിട്ടും ദ ഉപയോഗിക്കുക. ദ പിയാനോ, ദ ഗിറ്റാർ, ദ വയലിൻ എന്നേ പറയാവൂ. ഉറപ്പായിട്ടും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഇപ്പോൾ ഒരൊറ്റ റൂളല്ല ഇത്, ഒരുപാട് റൂളുകളാണ്. ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പറഞ്ഞു തന്നെയാണ്, ഒരു ഓർഡറിന് പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. റിവേഴ്സിന് മുന്നിൽ അഥവാ നദികൾക്ക് മുന്നിൽ, കടലുകൾക്ക് മുന്നിൽ, സമുദ്രങ്ങൾക്ക് മുന്നിൽ, കപ്പലുകൾക്ക് മുന്നിൽ, ട്രെയിനുകൾക്ക് മുന്നിൽ, വാട്ടർഫോൾസ് അഥവാ വെള്ളച്ചാട്ടങ്ങൾക്ക് മുന്നിൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുന്നിൽ, ഇവയുടെ മുന്നിലെല്ലാം ദ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ദ ഗേഞ്ചസ് അല്ലെങ്കിൽ ദ ബ്രഹ്മപുത്ര, ദ അറേബ്യൻ സീ, ദ അറ്റ്ലാന്റിക്, ദ ടൈറ്റാനിക്, ദ രാജധാനി എക്സ്പ്രസ്, ദ നയാഗ്ര, ദ പിയാനോ, ദ വയലിൻ. ഈ രീതിയിൽ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് കുഴപ്പിച്ചുള്ളൊരു ചോദ്യം. ഇങ്ങനെ ചോദിക്കും. ആ ഒരു ചോദ്യം ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്ന: ഷീ ഈസ് പ്ലേയിങ് ഡാഷ് വയലിൻ. ഈ രീതിയിൽ ചോദിക്കും. അവൾ വയലിൻ വായിക്കുന്നു എന്നുള്ള മീനിങ്ങിലാണ്. അപ്പോൾ ഓപ്ഷൻ തരും: എ കോമ ആൻ കോമ ദ കോമ നൺ ഓഫ് ദീസ്. ഇങ്ങനെയാണ് ഓപ്ഷൻ എപ്പോഴും തരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷീ ഈസ് പ്ലേയിങ്, നമ്മൾ വായിച്ചു നോക്കും. ഷീ ഈസ് പ്ലേയിങ് വയലിൻ എന്നല്ലേ പറയാവൂ. അപ്പോൾ നൺ ഓഫ് ദീസ് അല്ലേ വരൂ എന്നുള്ള ഷീ ഈസ് പ്ലേയിങ്. എയും ആൻ്റെ ഉച്ചാരണം എന്താ? എയും ആനിൻ്റെയും മലയാളം ഒരു എന്നാണ്. ഒരു. അപ്പോൾ ഇവിടെ വയലിന് വാ എന്ന സൗണ്ട് അല്ലേ. വാ എന്നത് കൺസണൻ്റ് സൗണ്ട് ആയതുകൊണ്ട് ഒരു എന്ന മീനിങ്ങിന് വേണമെങ്കിൽ എ ഉപയോഗിക്കാം. അപ്പോൾ ആൻസർ എങ്ങനെയായി? ഷീ ഈസ് പ്ലേയിങ് എ വയലിൻ. അവൾ ഒരു വയലിൻ വായിക്കുന്നു. ഒരാളും പറയൂല ഒരു വയലിനെ വായിക്കാൻ പറ്റും. അതുകൊണ്ട് അവൾ ഒരു വയലിൻ വായിക്കുന്നു പറയേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ എയും ആനും അല്ല എന്ന് മനസ്സിലായി. ഇനി നമ്മൾ ആലോചിക്കും ദായാണോ നൺ ഓഫ് ദിസ് ആണോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കും. ഷീ ഈസ് പ്ലേയിങ് ദ വയലിൻ, ഷീ ഈസ് പ്ലേയിങ് വയലിൻ. ഇതിലേതാണ് ശരിയെന്ന്. അപ്പോൾ ഷീ ഈസ് പ്ലേയിങ് ദ വയലിൻ, ഷീ ഈസ് പ്ലേയിങ് വയലിൻ. അപ്പം നമുക്ക് ശരിയായിട്ട് തോന്നുന്നത് ഷീ ഈസ് പ്ലേയിങ് വയലിനാണ്. കാരണം അവിടെ അതാണ് യോജിക്കുന്നതെന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ഷീ ഈസ് പ്ലേയിങ് ദ വയലിനാണ് കറക്റ്റ്. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുന്നിൽ മസ്റ്റായിട്ടും ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ ദ എന്ന ആർട്ടിക്കിളുമായിട്ട് നമുക്ക് പറയാനുള്ളത്. പോയിന്റ് ഇതാണ്: നദികൾക്ക് മുന്നിൽ, കടലുകൾക്ക് മുന്നിൽ, സമുദ്രങ്ങൾക്ക് മുന്നിൽ, ഷിപ്സിന് മുന്നിൽ, ട്രെയിൻസിന് മുന്നിൽ, വാട്ടർഫോൾസിന് മുന്നിൽ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിന് മുന്നിൽ. ഇവിടെ ഇത്രയുടെ മുന്നിൽ ഏത് ഉപയോഗിക്കുക? ദ എന്ന ആർട്ടിക്കിൾ മസ്റ്റായിട്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദ എന്ന ആർട്ടിക്കിളിൻ്റെ ആദ്യത്തെ 7 റൂളുകൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഈ 7 റൂളുകൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്ന നോക്കുക, പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ള സംഭവങ്ങളുണ്ട്. ഒരെണ്ണം മാത്രമുള്ള, അതെല്ലാം യുണീക്കാണ്, അതുല്യമാണെന്ന് പറയും. എല്ലാം യുണീക്കാണ്. നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ള സംഭവം ഒന്ന് സൺ ഒരെണ്ണേ ഉള്ളല്ലേ. അതുപോലെ തന്നെ എർത്ത് ഒരെണ്ണേ ഉള്ളല്ലേ. മൂൺ ഒരെണ്ണേ ഉള്ളു. അതുപോലെ തന്നെ സ്കൈ ഒരെണ്ണേ ഉള്ളു. ഇങ്ങനെ പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ളവയെല്ലാം അതുല്യമായവയാണ്, പകരം വയ്ക്കാനില്ലാത്തവയായതുകൊണ്ട് ഇവയുടെ മുന്നിലെല്ലാം എപ്പോഴും ദ ചേർത്ത് മാത്രമേ പറയൂ. അതുകൊണ്ട് തന്നെ ദ സൺ എന്നും
ദ എർത്ത് എന്നും ദ മൂൺ എന്നും ദ സ്കൈ എന്നും മാത്രമേ പറയാവൂ. കാരണം ഇവയെല്ലാം ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. പ്രപഞ്ചം പോലും ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ദ യൂണിവേഴ്സ് എന്നേ പറയാവൂ. പകരം വെക്കാനില്ലാത്തവയ്ക്ക് മുന്നിൽ എപ്പോഴും ഏത് ഉപയോഗിക്കുക? ദ ഉപയോഗിക്കുക. അപ്പം നമുക്ക് മനസ്സിലായി, ദ സൺ എന്നും ദ എർത്ത് എന്നും ദ മൂൺ എന്നും ദ സ്കൈ എന്നും മാത്രമേ പറയാവൂ. അങ്ങനെ മാത്രമേ പറയാവൂ. ഇതാണ് രണ്ടാമത്തെ റൂൾ. പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ളവ, പകരം വയ്ക്കാനില്ലാത്തവ, യുണീക്കായവ, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. ഇവയുടെ മുന്നിലെല്ലാം തന്നെ ഇപ്പോഴും ഇതാ ഉപയോഗിക്കാം. നമ്മൾ എന്തുകൊണ്ടാണ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്നത്? സണ്ണും ഒരെണ്ണേ ഉള്ളൂ, ഈസ്റ്റും ഒരെണ്ണേ ഉള്ളൂ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നേ പറയാറുള്ളൂ. അതുപോലെ തന്നെ ദ മൂൺ ഈസ് എ സാറ്റലൈറ്റ്, ഈ രീതിയിൽ മാത്രമേ പറയൂ. അപ്പോൾ അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെല്ലാം പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ളവയുടെ മുന്നിൽ ഏതുപയോഗിക്കുക? ദ ഉപയോഗിക്കുക. ഇനി ഏറ്റവും വലിയ കുഴപ്പം ദാ ഒരു വാക്കാണ് ഓൺ, രണ്ടാമത്തെ വാക്കാണ് ഡൗൺ ടു. ഓണും ഡൗൺ ടു, ഈ രണ്ട് വാക്കുകൾ കഴിഞ്ഞിട്ട് ഓണും ഡൗൺ ടു, ഈ രണ്ട് വാക്കുകൾ കഴിഞ്ഞിട്ട് എർത്ത് വരികയാണെങ്കിൽ, എന്താണ് എർത്ത് വരികയാണെങ്കിൽ, ഇതൊക്കെ വളരെ എക്സെപ്ഷണൽ കേസാണ്, നന്നായിട്ട് പഠിച്ചു വയ്ക്കുന്നുണ്ട്. ഈ രണ്ട് വാക്ക് കഴിഞ്ഞിട്ട് എർത്ത് വരികയാണെങ്കിൽ ഒരിക്കലും ആ എർത്തിൻ്റെ മുന്നിൽ ദ ചേർക്കാൻ പാടില്ല. സാധാരണ രീതിയിൽ എർത്ത് എന്നത് പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ളത് മാത്രമായതുകൊണ്ട് എർത്തിൻ്റെ മുന്നിൽ ദ ചേർത്ത് മാത്രമേ പറയാറുള്ളൂ. പക്ഷേ ഓൺ കഴിഞ്ഞിട്ടോ ഡൗൺ ടു കഴിഞ്ഞിട്ടോ എർത്ത് വരികയാണെങ്കിൽ ഒരിക്കലും അതിന് മുന്നിൽ ദ ചേർക്കാറില്ല. കാരണം ഇംഗ്ലീഷുകാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ്. അവരുടെ നാക്കിന് ഓൺ കഴിഞ്ഞിട്ടും ഡൗൺ ടു കഴിഞ്ഞിട്ടും എർത്ത് വരുമ്പോൾ ദ അവിടെ കടന്നു വരില്ല. അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് പറയാം. ഹ്യൂമൻ ബീയിങ്സ് ആർ ലിവിങ് എവിടെ? ഓൺ ദ എർത്ത് എന്ന് പറയരുത്, ഓൺ എർത്ത് എന്നേ പറയാവൂ. ഇനി ആൻ ഏലിയൻ, ദ അന്യഗ്രഹജീവി അല്ലേ, ഏലിയൻ ഈസ് കമ്മിങ് ഡൗൺ ടു എർത്ത് എന്നേ പറയാവൂ, ഡൗൺ ടു ദ എർത്ത് എന്ന് പറയരുത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഹ്യൂമൻ ബീയിങ്സ് ആർ ലിവിങ് ഓൺ എർത്ത്, ആൻ ഏലിയൻ ഈസ് കമ്മിങ് ഡൗൺ ടു എർത്ത്, ഈ രീതിയിൽ മാത്രമേ പറയാവൂ. പക്ഷേ ദ എർത്ത് റിവോൾവ്സ് എറൗണ്ട് ദ സൺ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൂര്യനെ ആര് ബലം വയ്ക്കുന്ന കേസ്? ഭൂമി. അപ്പോൾ ദ എർത്ത് അവിടെ ഉപയോഗിച്ചു. കാരണം ഈ കാറ്റഗറി വരുന്നതല്ല. സാധാരണ രീതിയിൽ എവിടെ എർത്ത് എന്ന് വന്നാലും അവിടെയെല്ലാം ദ എന്ന ആർട്ടിക്കിൾ വന്നിരിക്കും. പക്ഷേ ഓൺ കഴിഞ്ഞിട്ടോ ഡൗൺ ടു കഴിഞ്ഞിട്ടോ എർത്ത് എന്ന വേർഡ് വരികയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന എർത്തിന് മുമ്പ് ഏത് ചേർക്കാൻ പാടില്ല? ദ ചേർക്കാൻ പാടില്ല. ഇതാണ് അടുത്ത റൂള്. ഇതും കൂടി നല്ല ഭംഗിയായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ആ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ദ എന്നാണ് മീനിങ്. നമുക്കറിയാം ദ എന്നാണ് അതിൻ്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ദായാണ്. അതിൻ്റെ മീനിങ് പ്രത്യേകം അങ്ങനെ നമുക്ക് എടുക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ല. ഇതിനൊരു യൂസേജാണ്. ദാക്ക് പലതരത്തിലുള്ള യൂസേജാണ്. ആ യൂസേജാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് ഇതാണ്. രണ്ട് റൂളുകളാണ് പഠിച്ചത്. ആദ്യം പഠിച്ചത് നദികൾ, കടലുകൾ, സമുദ്രങ്ങൾ, കപ്പലുകൾ, ട്രെയിനുകൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ലാസ്റ്റ് പറഞ്ഞത് വാട്ടർഫോൾസ്. ഇവ എല്ലാത്തിനും മുന്നിലും ഇവയുടെ എല്ലാം പേരുകൾക്ക് മുന്നിൽ എപ്പോഴും ഏത് ചേർക്കുക? ദ ചേർക്കുക എന്ന് പഠിച്ചു. രണ്ടാമത് പഠിച്ചത് പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ളവ സംഭവങ്ങളെല്ലാം തന്നെ അതുല്യമായവയാണ്. അവയ്ക്ക് മുന്നിൽ എപ്പോഴും ദ ചേർക്കുക. അവിടെ എക്സെപ്ഷണൽ കേസായിട്ട് വരുന്നത് ഓൺ കഴിഞ്ഞിട്ടോ ഡൗൺ ടു കഴിഞ്ഞിട്ടോ എർത്ത് എന്ന് വരികയാണെങ്കിൽ സാധാരണ എർത്തിന് മുമ്പിൽ ദ ചേർക്കുമെങ്കിലും ഇവ കഴിഞ്ഞിട്ട് വരുന്ന എർത്തിന് മുന്നിൽ ദ ചേർക്കാൻ പാടില്ല. കാരണം ഇംഗ്ലീഷുകാരുടെ നാക്കിന് അത് വഴങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മാത്രമേ പറയാവൂ. അതുകൊണ്ട് എവിടെയെങ്കിലും ഓൺ എർത്തെന്ന് എഴുതിയിരിക്കുമ്പോൾ അതിനെ വെട്ടി മാറ്റിയിട്ട് അവർക്ക് തെറ്റിപ്പോയതാണെന്ന് വിചാരിച്ച് ഓൺ ദ എർത്തെന്ന് മാറ്റി എഴുതേണ്ട കാര്യമില്ല. ഓൺ എർത്തെന്നേ പറയൂ. അപ്പോൾ അത് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പറയുന്നത് പബ്ലിക് പ്ലേസ് ആണ്. പബ്ലിക് പ്ലേസ്, ഒരുപാട് പബ്ലിക് പ്ലേസ് നമുക്കറിയാം. നമ്മളിപ്പോൾ എല്ലാവർക്കും കടന്ന് ചെല്ലാൻ കഴിയുന്ന സ്ഥലങ്ങൾ വിളിക്കുന്ന പേര് പബ്ലിക് പ്ലേസ്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഹോസ്പിറ്റൽ, ഓഫീസസ്, കോളേജസ്, പിന്നെ സ്കൂൾസ്, അതുപോലെ തന്നെ ചർച്ച്, അതുപോലെ തന്നെ ടെമ്പിൾസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് പബ്ലിക് പ്ലേസുകളാണ്. പബ്ലിക് പ്ലേസുകളുടെ പ്രത്യേകത എന്താ? പബ്ലിക് പ്ലേസുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പബ്ലിക് പ്ലേസുകൾ പ്രത്യേകം എന്ന് വെച്ചാൽ ആർക്കും കടന്ന് ചെല്ലാൻ കഴിയുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് പബ്ലിക് പ്ലേസ്. പബ്ലിക് പ്ലേസ്, ഒരു പബ്ലിക് പ്ലേസ് ഞാൻ എഴുതുന്നു, ഹോസ്പിറ്റൽ. ഓക്കെ,
ഹോസ്പിറ്റൽ പബ്ലിക് പ്ലേസിന് മുന്നിൽ ചില സമയത്ത് ദ വരാം, ചില സമയത്ത് ദ വരൂല. അപ്പോൾ അത് നല്ലോണം ഓർമ്മിച്ച് വെച്ചിരിക്കുക. പബ്ലിക് പ്ലേസിന് മുന്നിൽ ചില സെൻറ്റൻസുകളിൽ ദ വരാറുമുണ്ട്, ചില സെൻറ്റൻസുകളിൽ ദ വരാതിരിക്കാറുമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഹോസ്പിറ്റലായാലും സ്കൂളായാലും ടെമ്പിളായാലും ഏത് ചർച്ചായാലും കോളേജായാലും ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നതിനൊരു കാരണമുണ്ട്. ഹോസ്പിറ്റൽ എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചികിത്സിക്കാൻ, ഓക്കെ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ഹോസ്പിറ്റൽ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത് ഹോസ്പിറ്റൽ എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ പ്രത്യേക ആവശ്യം അതിനു വേണ്ടിയും പോകാറുണ്ട്. ഇനി ഹോസ്പിറ്റലിലേക്ക് നമ്മളുടേതായ ആവശ്യത്തിന് വേണ്ടി പോകാറുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിന് വേണ്ടിയും പോകാറുണ്ട്. നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, മറ്റേതെങ്കിലും ആവശ്യം അതിനു വേണ്ടിയും പോകാറുണ്ട്. ശ്രദ്ധിച്ചോ, ഹോസ്പിറ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒരാൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയും പോകാം. ഒരു രോഗി എവിടെ കിടക്കുന്നു, കൂട്ടുകാരനാണ്, കാണാനും പോവാം. അപ്പോൾ ആദ്യം പോയത് ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനല്ല, രണ്ടാമത് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനല്ല, ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനാണ്. സ്കൂളിലേക്ക് നമുക്ക് സ്കൂൾ നിർമ്മിച്ചിരിക്കുന്നത് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമാണ്. ഈ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ സ്കൂളിൽ സാധാരണ പോകുന്നത്. എന്നാൽ സ്കൂളിൽ കുറച്ച് പണിയുണ്ട്, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. അത് സ്കൂൾ എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്ന ആ ആവശ്യമാണ് അല്ല. അപ്പോൾ എല്ലാ പബ്ലിക് പ്ലേസുകളിലും നമുക്ക് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പോകാം. ഒന്ന്, അതെന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടിയും. രണ്ട്, നമ്മുടെ പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടിയും പോകാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾക്ക് പോലോ. അങ്ങനെ അതെന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ ദ ചേർക്കരുത്. ഞാൻ പറയണ്, ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ ഫോർ ട്രീറ്റ്മെൻറ്റ്. കേട്ടോ, ഇവിടുത്തെ പ്രത്യേകത ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നത് കൊണ്ട് അതിന് മുന്നിൽ ദ ചേർത്തില്ല. ഇനി ഐ ആം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ഫോർ വിസിറ്റിംഗ് മൈ ഫ്രണ്ട്. എന്താ അർത്ഥം? എൻ്റെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്, ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, അതുകൊണ്ട് അവിടെ ദാ ചേർത്ത്. ഓക്കെ, ഒരു കൊച്ചു പയ്യൻ സ്കൂളിൽ പോകുന്നവൻ പറയുന്നു, എ സ്റ്റുഡൻറ്റ് ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാം. സ്റ്റുഡൻറ്റ് ഈസ് ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിൽ പോകണം പഠിക്കാനാണെന്ന് അറിയാം. രണ്ട്, എ ഫാർമർ ഈസ് ഗോയിങ് ടു ദ സ്കൂൾ എന്ന് പറയേണ്ടി വരും, കാരണം അയാൾ വേറെന്തോ അവിടുത്തെ സ്കൂളിൽ എന്തോ പണിക്ക് വേണ്ടി പോകണേ. അപ്പോൾ എല്ലാ പബ്ലിക് പ്ലേസും നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ അതിന് വേണ്ടിയാണെങ്കിൽ, അല്ലേ, അതിന് വേണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അത് ദ ചേർക്കുക. എന്താ ചേർക്കുക? ആ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ദ ചേർക്കാതിരിക്കുക, ഒരിക്കലും ദ ചേർക്കാൻ പാടില്ല. ഇനി പ്രത്യേക ആവശ്യം വല്ലതുമാണെങ്കിൽ ദ ചേർക്കുക. സ്കൂളിൽ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ദ ചേർക്കരുത്. ഇനി പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ദ ചേർക്കുക. ഒരാൾ വിളിച്ചു ചോദിച്ചു, വേറെ ആർക്കും ഫോൺ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പോൾ അയാൾ ചോദിച്ചു, നിനക്ക് എന്താ അസുഖം എന്ന് ചോദിക്കരുത് അങ്ങോട്ട്. കാരണം അയാൾ പറഞ്ഞത് ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ്. അതായത് ഐ ആം ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു എന്നേ അർത്ഥമുള്ളൂ, ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയല്ല. ഐ ആം ഇൻ ഹോസ്പിറ്റൽ. അയാൾ വിളിച്ചു പറഞ്ഞു, എവിടെ? ഐ ആം ഇൻ ഹോസ്പിറ്റൽ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ഐ ആം ഹോസ്പിറ്റലൈസ്ഡ് എന്നർത്ഥം. അപ്പോൾ ഐ ആം ഇൻ ഹോസ്പിറ്റലും ഐ ആം ഇൻ ദ ഹോസ്പിറ്റലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ ആം ഇൻ സ്കൂളും ഐ ആം ഇൻ ദ സ്കൂളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ മീൻ കോളേജ്. ഒരു 80 വയസ്സായ ഒരാൾ വിളിച്ചു ചോദിച്ചു, വേർ ആർ യു നൗ? ഐ എം ഇൻ ദ കോളേജ്. വൈ ആർ യു ഗോയിങ് ദിയർ? വാട്ട് ഈസ് ദ പർപ്പസ് ഫോർ ദ വിസിറ്റ്? അങ്ങനെ ചോദിക്കും. എന്ന് വെച്ചാൽ നീ എന്തിനാണ് അവിടെ പോകുന്നത്, അല്ലേ? സ്കൂളിൽ എന്തിനു പോകുന്നത്, അല്ലേ? കോളേജിൽ എന്തിനു പോകുന്നത്? ഈ രീതിയിൽ അങ്ങനെ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ എന്താണ് എന്തിനു ചോദിക്കുന്നത്? 80 വയസ്സ്. പക്ഷേ അയാൾ പറഞ്ഞത് കറക്റ്റാണ്. അയാൾ പറഞ്ഞത് ഐ എം ഇൻ ദ കോളേജ്. ദാറ്റ് മീൻസ് കോളേജിൽ പഠിക്കാനല്ല, മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. വളരെയധികം ഡിഫിക്കൽട്ടായ, എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പബ്ലിക് പ്ലേസിന് മുന്നിൽ ദ വരാതിരിക്കാം. പബ്ലിക് പ്ലേസ് എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ദ ചേർക്കരുത്. പ്രത്യേക ഉദ്ദേശമാണെങ്കിൽ ദ ചേർക്കുക. ഇതാണ് മൂന്നാമത്തെ റൂള്. ഏതുമായി ബന്ധപ്പെട്ട?
പബ്ലിക് പ്ലേസുമായി ബന്ധപ്പെട്ട ഇത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അത് നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ, ഐ എം ഗോയിങ് ടു സ്കൂൾ എന്നൊരാൾ പറഞ്ഞാൽ ഐ എം ഗോയിങ് ടു സ്കൂൾ ഫോർ സ്റ്റഡിങ് എന്ന് പറയേണ്ട. ഐ എം ഗോയിങ് ടു സ്കൂളിൽ തന്നെ കിടപ്പുണ്ട്, പഠിക്കാനാണെന്ന്. ഐ എം ഗോയിങ് ടു ദ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്തോ ആവശ്യത്തിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ ആ കാര്യം കൂടെ ഐ എം ഗോയിങ് ടു ദ സ്കൂൾ ഫോർ വിസിറ്റിംഗ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹു ഈസ് എ ടീച്ചർ ദയ, അങ്ങനെ നമ്മൾ പറയാം അല്ലേ. അയാളുടെ ടീച്ചറാണ് അവിടെ, അവൻ്റെ സന്ദർശിക്കാനായിട്ട് പോകുന്നത് ആ രീതിയിൽ. അപ്പോൾ അവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിനെ സന്ദർശിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കണം അല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഒരു സെൻറ്റൻസ്, ഷീ ഈസ് ഗോയിങ് ടു ഡാഷ് സ്കൂൾ ഫോർ വിസിറ്റിംഗ് ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, സോറി, ഷീ ഈസ് ഗോയിങ് ടു ഡാഷ് സ്കൂൾ ഫോർ വിസിറ്റിംഗ് ഹെർ ബെസ്റ്റ് ഫ്രണ്ട്, ഈ രീതിയിൽ ചോദിക്കും. അപ്പോൾ നമ്മളവിടെ ഇത് ചേർക്കണോ വേണ്ടേ എന്നുള്ളത് ഭയങ്കര ഇതാണ്. അപ്പോൾ അവിടെ ചോദിച്ച ബെസ്റ്റ് ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യാനായിട്ട് സ്കൂളിലേക്ക് പോകുന്നു, പഠിക്കാനല്ല. അപ്പോൾ അവിടെ ഇത് ചേർക്കണം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. പബ്ലിക് പ്ലേസിൻ്റെ കേസാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്തായിട്ട് വരുന്നത് അഡ്ജക്റ്റീവ്സ് എന്ന് പറയും. എന്താ അഡ്ജക്റ്റീവ്സ്? അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമവിശേഷണം. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയോ അതിനെ വിളിക്കുന്ന പേര് അഡ്ജക്റ്റീവ്. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നാമം ഇവിടെ എഴുതിയത് ബോയ്. ബോയ് എന്നത് എന്തിനോ ഇട്ടിരിക്കുന്ന ഏതോ ഒരു ഗ്രൂപ്പിന് ഇട്ടിരിക്കുന്ന പേരാണ് ബോയ്. ബോയ് എന്നത് ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ പേരാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതൊരു നൗണാണ്. ഇതൊരു നൗണാണെന്ന് പറയും. ഈ നൗണിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ക്ലവർ. അപ്പം എന്തായി? ക്ലവർ ബോയ്. എന്താണ് ക്ലവർ ബോയ്? അതായത് ഈ ബോയിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് ക്ലവർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ക്ലവർ ഒരു അഡ്ജക്റ്റീവാണെന്ന് പറയാം. അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക, ക്ലവർ ഒരു അഡ്ജക്റ്റീവാണ്, സ്മാർട്ട് ഒരു അഡ്ജക്റ്റീവാണ്, ബ്യൂട്ടിഫുൾ ഒരു അഡ്ജക്റ്റീവാണ്, വണ്ടർഫുൾ ഒരു അഡ്ജക്റ്റീവാണ്, ഇൻട്രസ്റ്റിംഗ് അഡ്ജക്റ്റീവാണ്. കാരണം ഇവയെല്ലാം തന്നെ ഏതിനെ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കായിരിക്കും. സ്മാർട്ട് ഗേൾ, ബ്യൂട്ടിഫുൾ ഗേൾ, ഈ രീതിയിൽ. വണ്ടർഫുൾ ഹില്ലെന്ന് പറയുന്ന ആ ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കാണ് വണ്ടർഫുൾ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കി, ക്ലവർ അഡ്ജക്റ്റീവാണ്, സ്മാർട്ട് അഡ്ജക്റ്റീവാണ്, ഇങ്ങനെ കുറേ അഡ്ജക്റ്റീവുകളുണ്ടെന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാമതായിട്ട് പഠിക്കുന്നത്, ആദ്യം ഏതാണ് പഠിച്ചത്? റിവേഴ്സ്, സീസ്, ഓഷൻസ്, ഇങ്ങനെ കുറേ എണ്ണം പഠിച്ചിട്ട് ഇവയുടെ മുന്നിലെല്ലാം ദ എന്ന ആർട്ടിക്കിൾ ചേർക്കണമെന്ന് പഠിച്ചു. രണ്ടാമത് പഠിച്ചത് എന്താണ് പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ളവയ്ക്ക് മുന്നിൽ എപ്പോഴും ദ ചേർക്കണമെന്ന് പഠിച്ചു. ഇപ്പോൾ മൂന്നാമത് പഠിച്ചത് എന്താണ്? ലാസ്റ്റ് പഠിച്ചത് പബ്ലിക് പ്ലേസിന് മുന്നിൽ ദ ചേർക്കുകയും ചേർക്കാതിരിക്കുകയും ചെയ്യാമെന്ന് പഠിച്ചു. എപ്പോഴാണ് ചേർക്കുന്നത്? ഒരു പബ്ലിക് പ്ലേസ് എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ചേർക്കരുത്, പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ ചേർക്കണം, ഈ രീതിയിലാണ് നമ്മൾ പഠിച്ചത്. അടുത്ത പഠിക്കാൻ പോകുന്ന അഡ്ജക്റ്റീവ്സിൻ്റെ കേസ്. അഡ്ജക്റ്റീവ് നമുക്കറിയാം. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നാമവിശേഷണങ്ങളെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്. ക്ലവർ എന്നതും സ്മാർട്ട് എന്നതും ഒക്കെ അഡ്ജക്റ്റീവുകളാണ്. കാരണം ഇവയെല്ലാം തന്നെ ഏതെങ്കിലും ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ട് അവയെ വിളിക്കുന്ന പേര് അഡ്ജക്റ്റീവ്. ഞാനിവിടെ ഒരു അഡ്ജക്റ്റീവ് എഴുതുകയാണ്, ക്ലവർ. ഓക്കെ, ഒരു അഡ്ജക്റ്റീവിന് 3 രൂപങ്ങളുണ്ട്, അഥവാ 3 ഡിഗ്രികളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഒരു അഡ്ജക്റ്റീവിന് 3 ഡിഗ്രികളുണ്ട്. നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഗ്രൂപ്പ് പഠിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിക്കും. പക്ഷെ നമ്മളിവിടെ ഇത് പഠിക്കേണ്ടതുണ്ട്. ഏതായാലും നമ്മൾ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട് ഇത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു അഡ്ജക്റ്റീവിന് 3 രൂപങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ക്ലവർ എന്നതിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയുണ്ട്, ക്ലവറിന് കമ്പാരിറ്റീവ് ഡിഗ്രിയുണ്ട്, ക്ലവറിന് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുണ്ട്. എല്ലാ അഡ്ജക്റ്റീവിൻ്റെയും പോസിറ്റീവ് ഡിഗ്രി അതേ അഡ്ജക്റ്റീവ് തന്നെ ആയിരിക്കും. ക്ലവർ എങ്കിൽ ക്ലവർ, ബ്രൈറ്റ് എങ്കിൽ ബ്രൈറ്റ്, റിച്ച് എങ്കിൽ റിച്ച്, പുവർ എങ്കിൽ പുവർ, ഹൈ എങ്കിൽ ഹൈ, ഹെവി എങ്കിൽ ഹെവി, ഇങ്ങനെ ബ്യൂട്ടിഫുൾ എങ്കിൽ ബ്യൂട്ടിഫുൾ, ഇങ്ങനെ സാധാരണ എല്ലാ രൂപങ്ങളും പോസിറ്റീവ് ഡിഗ്രിയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരു ER കൂടി ചേർക്കണം. അപ്പോൾ എന്ത് തോന്നുന്നു? ക്ലവറർ എന്ന് തോന്നുന്നു. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് വെച്ചാൽ അതിനോടൊപ്പം ഒരു EST കൂടി ചേർക്കുക. അപ്പോൾ എന്ത് തോന്നുന്നു? ക്ലവറസ്റ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ക്ലവർ എന്നതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ക്ലവർ എന്നതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി ക്ലവറർ എന്നതിൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ക്ലവറസ്റ്റ്. നമുക്ക് ഇങ്ങനെ പറയാം,
ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. ഇതെല്ലാം തന്നെ ഏതാണ്? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്. ക്ലെവർ, ക്ലെവറർ, ക്ലെവറസ്റ്റ്. ബ്രൈറ്റ്, ബ്രൈറ്റർ, ബ്രൈറ്റസ്റ്റ്. സ്മാൾ, സ്മാളർ, സ്മാളസ്റ്റ്. ബിഗ്, ബിഗ്ഗർ, ബിഗ്ഗസ്റ്റ്. ഹൈ, ഹയർ, ഹയസ്റ്റ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളർ, ബ്യൂട്ടിഫുള്ളസ്റ്റ്. അങ്ങനെ പറയാൻ പറ്റൂല, കാരണം ചില വാക്കിൻ്റെ ERഉം ESTയും ചേർക്കാൻ പറ്റൂല. അങ്ങനെയുള്ളവയുടെ മുമ്പ് മോറും മോസ്റ്റും ചേർത്ത് കൊടുക്കുക. ബ്യൂട്ടിഫുൾ, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. വണ്ടർഫുൾ, വണ്ടർഫുള്ളർ, വണ്ടർഫുള്ളസ്റ്റ് എന്ന് പറയാൻ പറ്റൂലെങ്കിൽ വണ്ടർഫുൾ, മോർ വണ്ടർഫുൾ, വണ്ടർഫുൾ എന്താണ് മോസ്റ്റ് വണ്ടർഫുൾ. ഇനി ഹാൻസം, ഹാൻസമർ, ഹാൻസമസ്റ്റ് എന്ന് പറയാൻ പറ്റൂലെങ്കിൽ ഹാൻസം, മോർ ഹാൻസം, മോസ്റ്റ്. അതൊരു കോമൺ സെൻസ്, ദാറ്റ് ഈസ് കോൾഡ് കോമൺ സെൻസ്. അതൊരു ഐഡിയ ആണ്, ആ രീതിയിൽ മാത്രമേ ഇത് പഠിക്കാൻ പറ്റൂ. ഇതേതായാലും നമ്മളിവിടെ പറഞ്ഞെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പറഞ്ഞതിന് കാര്യം. എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രികൾക്ക് മുന്നിലും മസ്റ്റായിട്ടും ദ എന്ന ആർട്ടിക്കിൾ വന്നിരിക്കണം. ദ ക്ലെവറസ്റ്റ്, ദ ബ്രൈറ്റസ്റ്റ്, ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ദ മോസ്റ്റ് വണ്ടർഫുൾ, ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്, ദ മോസ്റ്റ് ഹാൻസം, ദ ഹയസ്റ്റ്, ദ ഹെവിയസ്റ്റ്. ഈ രീതിയിൽ എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിലും ദ വന്നിരിക്കണം. അതൊരു ഓർഡറാണ്, ആ രീതിയിൽ മാത്രമേ വരൂ. ആ രീതിയിൽ മസ്റ്റായിട്ടും എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിലും ദ വന്നിരിക്കണം. ദ റിച്ചസ്റ്റ്, ദ പുവറസ്റ്റ്, ഈ രീതിയിൽ വന്നിരിക്കണം. റിച്ച്, റിച്ചർ, റിച്ചസ്റ്റ്. റിച്ചസ്റ്റിൻ്റെ മുമ്പ് ദ വരും, ദ റിച്ചസ്റ്റ്. പുവർ, പുവറർ, പുവറസ്റ്റ്, ദ പുവറസ്റ്റ്. ഈ രീതിയിൽ വന്നിരിക്കണം, ഉറപ്പായിട്ടും വന്നിരിക്കണം. അത് നമുക്കറിയാം. അപ്പോൾ എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിലും ദ വന്നിരിക്കണം. ഒന്ന് പഠിച്ചേ. 2 കമ്പാരിറ്റീവ് ഡിഗ്രി, ക്ലെവറർ. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ വരാറില്ല. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ വരാറില്ല. ഇനി ദ വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് ഓഫ് ദ ടു എന്ന് വന്നിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചു വയ്ക്കേണ്ട ഒരു ഗ്രൂപ്പുമാണ്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ വ്യക്തമായിട്ട് പഠിക്കും. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ദായുടെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടതും കൂടെ അല്ലേ ഇത്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. The cleverest, the brightest, the smartest, the smallest, the highest, the biggest, the most beautiful, the most wonderful, ഈ രീതിയിൽ മാത്രമേ പറയാറുള്ളൂ. എന്നാൽ the cleverer, the bigger, the higher, the smarter, the heavier, ഈ രീതിയിൽ പറയാറില്ല. the heavier എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് ഓഫ് ദ ടു വന്നിരിക്കും. ഷീ അല്ലെങ്കിൽ സ്മാർട്ടർ എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഓഫ് ദ ടു വന്നിരിക്കും. നോക്കിയാണ്, ഷീ ഈസ് ദ സ്മാർട്ടസ്റ്റ് ഗേൾ ഹിയർ. അത് ശരിയാണ്, കറക്റ്റാണ്. ഇനി ഷീ ഈസ് ദ സ്മാർട്ടർ ഓഫ് ദ 2 ഗേൾസ് ഹിയർ എന്ന് പറയേണ്ടി വരും. 2 പേരെ എടുത്തിട്ട് അതിലൊരാളാണ് ബുദ്ധിമതി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സ്മാർട്ടർ അല്ലെങ്കിൽ ക്ലെവർ, ഈ രീതി പറയുമ്പോഴാണ് ഈ പ്രത്യേകത. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പറയുമ്പോൾ റൂൾസ് കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. എന്തായാലും നിങ്ങൾ ഓർമ്മിക്കുക, ദ ക്ലെവറസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ദ ഹയസ്റ്റ്, ഈ രീതിയിലേ പറയാറുള്ളൂ. ദ ക്ലെവറർ, ദ ബിഗ്ഗർ, ദ ഹയർ എന്ന രീതിയിൽ പറയാറില്ല. ഇങ്ങനെ പറയുകയാണെങ്കിൽ അപ്പുറത്തോട്ട് ഓഫ് ദ ടു വന്നിരിക്കും. ദ ക്ലെവറർ ഓഫ് ദ 2, ദ ബിഗ്ഗർ ഓഫ് ദ 2, ദ ഹയർ ഓഫ് ദ 2, ദ സ്മാർട്ടർ ഓഫ് ദ 2, ഈ രീതിയിൽ നമ്മൾ പറഞ്ഞിരിക്കും. കാരണം ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഓഫ് ദ 2 എന്ന് വന്നിരിക്കും. ഇനി ലാസ്റ്റ് വൺ, പോസിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറേ ഇല്ല. എന്നാൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് മാറും. ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ, ക്ലവർ എന്നേ പറയാറുള്ളൂ, ദ ക്ലവർ എന്ന് പറയാറില്ല. ദ ക്ലവർ മീൻസ് ക്ലവർ പീപ്പിൾ, ബുദ്ധിമാന്മാരായ ആൾക്കാർ. ദേ ആർ ദ ക്ലവർ means they are clever people. They are the rich means they are rich people. They are the poor means they are poor people. They are the smart means they are smart people. ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എന്താ പ്രത്യേകത? ഒരു അഡ്ജക്റ്റീവിന് 3 രൂപങ്ങളുണ്ട്. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഒരു പോസിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ഒരിക്കലും ഏത് വരാറില്ല? ദ വരാറില്ല. പോസിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായി മാറും. നമ്മൾ പറയില്ലേ, ദേ ആർ ക്ലവർ പീപ്പിൾ. ഇത് പറയുന്നതിന് പറയാം ദേ ആർ ദ ക്ലവർ, ദേ ആർ ദ ക്ലവർ എന്ന് പറഞ്ഞാൽ മതി, ആൻസർ ശരിയായി. ദേ ആർ ദ റിച്ച്, ദേ ആർ ദ റിച്ച്. നോക്കണം, റിച്ച് പീപ്പിൾ ഓൾവേസ് ഡിസ്റ്റർബ് പുവർ പീപ്പിൾ. സെൻറ്റൻസ് ആണ്. റിച്ച് പീപ്പിൾ ഓൾവേസ് ഡിസ്റ്റർബ്
പുവർ പീപ്പിൾ. ഇതിന് നമുക്ക് സിമ്പിളായിട്ട് ഇംഗ്ലീഷുകാർ പറയുന്നത് ഇങ്ങനെയല്ല. ദ റിച്ച് ഓൾവേസ് ഡിസ്റ്റർബ് ദ പുവർ. ഈ രീതിയിലാണ് ദ റിച്ച് ഓൾവേസ് ഡിസ്റ്റർബ് ദ പുവർ. അത് തന്നെയാണ് റിച്ച് പീപ്പിൾ എന്താണ് ഓൾവേസ് ഡിസ്റ്റർബ് പുവർ പീപ്പിൾ. അപ്പോൾ ദ റിച്ച് എന്നും ദ പുവർ എന്നും അങ്ങ് പറഞ്ഞാൽ മതി, അവിടെ മീനിങ് ആയി. അങ്ങനെയാണ് നല്ല ഇംഗ്ലീഷ് പ്രകാരം അങ്ങനെ പറയുള്ളൂ. അതാണ് ഇംഗ്ലീഷ് ഭാഷയുടെ അവിടുത്തെ ഏറ്റവും നല്ല ഒഴുക്കുള്ള മെത്തേഡ്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഓർമ്മ. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞോളൂ. ഒരു ഒരു അഡ്ജക്റ്റീവിന് 3 രൂപങ്ങളുണ്ട്. നമുക്ക് എങ്ങനെ തിരിക്കാം? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എപ്പോഴും ദ വന്നിരിക്കും എന്നുള്ളത് നിബന്ധനയാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഓഫ് ദ ടു എന്ന് വന്നിരിക്കും. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആദ്യം പറഞ്ഞതാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എപ്പോഴും ദ വന്നിരിക്കും. മസ്റ്റാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ എപ്പോഴും ദ വന്നിരിക്കും. 2 കമ്പാരിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ വരാറില്ല, വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഓഫ് ദ ടു എന്ന് പറയും. പോസിറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ വരാറേ ഇല്ല, ഇനി വന്നു കഴിഞ്ഞാൽ എന്തെന്ന് പറയും? ഗ്രൂപ്പ് ഓഫ് പീപ്പിളായി മാറും. ഓക്കെ, അപ്പോൾ ദ ക്ലവറസ്റ്റ്, ദ ഹയസ്റ്റ്, ദ ക്ലവറർ ഓഫ് ദ ടു, ദ ഹയർ ഓഫ് ദ ടു. ദ ക്ലവർ പീപ്പിൾ, ദ ഹൈ, ദേ ആർ ദ ഹൈ മീൻസ് ഹൈ പീപ്പിൾ. ആ മീനിങ്ങിൽ കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇതാണ് നമ്മൾ പഠിക്കുന്ന 4ാമത്തെ റൂൾ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കുന്ന 5ാമായിട്ട് പഠിക്കുന്ന നമ്പേഴ്സാണ്. നമ്പേഴ്സ് 2 രീതിയിൽ. ഒന്നാമത്തേന് വിളിക്കുന്ന പേര് ന്യൂമറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. 1 2 3 4 5 6 7 8 9 10 ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പേഴ്സ്, ന്യൂമറൽ നമ്പേഴ്സ്, എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ. രണ്ടാമത്തെ നമ്പേഴ്സിന് വിളിക്കുന്ന പേര് ഓർഡിനൽ നമ്പേഴ്സ്, സ്ഥാനം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഈ രീതിയിലേ പറയുള്ളൂ. ഓർഡിനൽ നമ്പേഴ്സും ന്യൂമറൽ നമ്പേഴ്സും. ഓക്കെ, ഓർഡിനൽ നമ്പേഴ്സും ന്യൂമറൽ നമ്പേഴ്സും നല്ലോണം ഓർമ്മിച്ചാൽ, ന്യൂമറൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ സ്ഥാനം കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഓർഡിനൽ നമ്പേഴ്സിന് മുന്നിൽ അഥവാ സ്ഥാനം കൊടുക്കാവുന്ന ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിന് മുന്നിൽ മസ്റ്റായിട്ടും ദ എന്ന ആർട്ടിക്കിൾ ചേർത്തിരിക്കണം. ഹീ ഈസ് ദ ഫസ്റ്റ് വൺ, ഹീ ഈസ് ദ സെക്കൻഡ് വൺ, ഹീ ഈസ് ദ തേർഡ് വൺ, ഹീ ഈസ് ദ ഫോർത്ത് വൺ, ഹീ ഈസ് ദ 10th വൺ, ഹീ ഈസ് ദ 20th വൺ, ഹീ ഈസ് ദ 100th വൺ. ഈ രീതിയിൽ നമ്മളെപ്പോഴും സ്ഥാനം കൊടുക്കുമ്പോൾ ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ ഫസ്റ്റ് പ്രൈസ് ഗോ ടു, ഞാനേ പറഞ്ഞത് ദ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു, ആ രീതിയിലല്ലേ. ദ സെക്കൻഡ് പ്രൈസ് ഗോസ് ടു. എന്തുകൊണ്ടാണ് ഇതാ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് കാരണം. സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ നമ്മൾ പറഞ്ഞത് ഓർഡിനൽ നമ്പേഴ്സിന് മുന്നിൽ ദ ചേർത്ത് മാത്രമേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം. ആദ്യം പഠിച്ചതാണ് ദ എന്ന് പറയുന്നതിന് നമ്മൾ പല സ്ഥലത്തും പ്രത്യേക മീനിങ് എടുക്കാറില്ല. ഇനി ദ എന്ന ആർട്ടിക്കിളിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതൊന്ന് നല്ലോണം പറയാം. നമ്മൾ ആദ്യം പറഞ്ഞത് നദികൾ, കടലുകൾ, സമുദ്രങ്ങൾ, കപ്പലുകൾ, ട്രെയിനുകൾ, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, വാട്ടർഫോൾസ്, ഇവയ്ക്ക് മുന്നിലെല്ലാം എപ്പോഴും ദ ചേർത്തിട്ട് മാത്രമേ പോകാവൂ. രണ്ടാമത് പറഞ്ഞതാണ്, സെക്കൻഡ് സെക്ഷനിൽ പറഞ്ഞതാണ് പ്രപഞ്ചത്തിൽ ഒരെണ്ണം മാത്രമുള്ളവയുടെ മുന്നിൽ ദ യൂണിവേഴ്സ്, ദ എർത്ത്, ദ സൺ, ദ മൂൺ, ദ സ്കൈ, ദ ഈസ്റ്റ്, ദ വെസ്റ്റ്, ദ നോർത്ത്, ദ സൗത്ത് ഈ രീതിയിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ പഠിച്ചു പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ളവയുടെ മുന്നിൽ. ഇനി അവിടുത്തെ ഒരു എക്സെപ്ഷണൽ കേസ് എന്തെന്ന് ചോദിക്കുന്നെങ്കിൽ ഓണം ഡൗൺ ടൂൺ കഴിഞ്ഞിട്ട് എർത്ത് വരികയാണെങ്കിൽ ഇത് ചേർക്കാൻ പാടില്ല എന്ന് പഠിച്ചു. അടുത്തായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് പ്ലേസസിന് മുന്നിൽ ഇത് ചേർക്കുകയും ചേർക്കാതിരിക്കുകയും ചെയ്യാം. പബ്ലിക് പ്ലേസസ് എന്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് ആ കാര്യത്തിന് വേണ്ടി ആണ് അവിടെ പോകുന്നതെങ്കിൽ ഇത് ചേർക്കാൻ പാടില്ല. പ്രത്യേക ഉദ്ദേശപ്രകാരമാണ് പോകുന്നതെങ്കിൽ ഇത് ചേർത്തേ മതിയാവൂ. ഫോർ എക്സാമ്പിൾ, ഐ എം ഗോയിങ് ടു സ്കൂൾ മീൻസ് ഞാൻ പഠിക്കാൻ പോകുന്നു. ഐ ആം ഗോയിങ് ടു ദ സ്കൂൾ മീൻസ് മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി പോകുന്നു. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത് പഠിച്ചത് അഡ്ജക്റ്റീവ്സ്. ഒരു അഡ്ജക്റ്റീവിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. എല്ലാ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിലും ഇത് ചേർക്കണം. ഫോർ എക്സാമ്പിൾ, ദ സ്മാർട്ടസ്റ്റ് എന്നേ പറയും. എല്ലാ കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ മുന്നിലും ഇത് ചേർക്കേണ്ടതില്ല. പക്ഷേ ഇത് ചേർന്ന് വരുന്നാൽ എക്സെപ്ഷണൽ കേസാണ്. ദ സ്മാർട്ടർ എന്ന് പറയേണ്ടി വന്നാൽ അപ്പുറത്ത് സ്മാർട്ടർ ഓഫ് ദ ടു എന്ന് കാണും. അത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഇനി പോസിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ സാധാരണ ദ ചേർക്കാറില്ല. പോസിറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ ദ ചേർന്ന് വന്നാൽ, അതായത് ദ സ്മാർട്ട് എന്ന് വന്നാൽ അതിൻ്റെ ആൻസർ എന്താവും? സ്മാർട്ട് പീപ്പിൾ എന്നായി മാറും. അതാണ് നമ്മൾ അടുത്ത് പഠിച്ചത്.
ഇനി അവസാനമായിട്ട് പഠിച്ചത് എന്താണ് ഓർഡിനൽ നമ്പേഴ്സും ഉണ്ട്, ന്യൂമറൽ നമ്പേഴ്സും ഉണ്ട്. ഇതിനകത്ത് ഓർഡിനൽ നമ്പേഴ്സിന് മുന്നിൽ വരേണ്ടതാണ്. മസ്റ്റായിട്ട് ഓർഡിനൽ നമ്പേഴ്സിന് മുമ്പ് ചേർക്കണം. അതായത് ദ ഫസ്റ്റ്, ദ സെക്കൻഡ്, ദ തേർഡ്, ഈ രീതിയിൽ മാത്രമേ പറയാവൂ. ഈ രീതിയിലാണ് നമ്മൾ ഇത്രയും പോയിന്റുകളും പഠിച്ചത്. ഇനി ബാക്കി ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പഠിച്ചാൽ നമുക്ക് ആകെ ബുദ്ധിമുട്ടാവും. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിലൂടെ കാണാം.